ലേറ്റസ്റ്റ് ടെക്നോളജികളെക്കുറിച്ചും അതുപോലെ തന്നെ വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്കുള്ള ഒരുപാട് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ചുമുള്ള അറിവുകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പോലെ വെൽക്കം ടു അവർ ടെക് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ചാനൽ. സോ നമുക്ക് എന്താണ് മെറ്റാവേഴ്സ് എന്ന് നോക്കാം. മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ എൻവറോൺമെൻ്റ് ആണ്, അതായത് ഒരു ഡിജിറ്റൽ സ്പേസ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിർച്വൽ റിയാലിറ്റിയും ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും ബ്ലോക്ക് ചെയിൻ എന്നീ മെയിനായിട്ടുള്ള ഈ ഒരു 3 മെയിൻ ടെക്നോളജിയാണ് ഇതിൽ മേജർലി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ വിർച്വൽ റിയാലിറ്റി ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവർക്ക് ഉണ്ടെങ്കിലും പ്രശ്നമില്ല, നമ്മൾ മുന്നോട്ട് അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അറിയുന്നവർക്ക് നിങ്ങൾക്കറിയാം, നമുക്കറിയാം. നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ചില ഷോപ്പിംഗ് മാളുകളിലെല്ലാം പോയാൽ ഈ ഒരു വിർച്വൽ റിയാലിറ്റി ഓഗ്മെൻറ്റഡ് റിയാലിറ്റിൻ്റെ ഷോപ്സുകൾ കാണാം. അതിലേക്ക് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കണ്ണട പോലെ ഒരു സ്പെക്സോ കാര്യങ്ങളോ അവർ നമുക്ക് വെച്ച് തരും. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പുതിയൊരു സ്പേസിലേക്ക് എത്തിയ പോലെയും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുകയും നമ്മൾ ഒരുപാട് ഇൻട്രാക്ഷനും കാര്യങ്ങളും അതിലൂടെ ചെയ്യുകയും, ഒരു ഗെയിമിംഗ് ആണെങ്കിൽ ഗെയിമിങ് നമ്മൾ ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങി ഗെയിം കളിക്കുന്ന പോലെ ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും. നമ്മൾ അത് റിയാലിറ്റി അല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മൾ റിയാലിറ്റി ഷോപ്പിംഗ് മാളിൽ ആ ഷോപ്പിൽ ഇരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ അതെല്ലാം മറന്ന് നമ്മൾ വേറൊരു ലോകത്തെത്തുകയും ആ ലോകത്തിലുള്ള അതിലൂടെയുള്ള കുറേ ആനിമേഷൻ രൂപങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ആ ലോകത്തെത്തി നമ്മൾ ശരിക്കും ആ ഒരു റിയലായിട്ട് നമ്മൾ കളിക്കുന്നൊരു ഫീല് കിട്ടും ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിൽ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ കാര്യങ്ങളെല്ലാം ചലിപ്പിക്കുക, നമ്മളെ കൈകളും നമ്മളെ ബ്രെയിനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമ്മൾ ചലിപ്പിക്കാൻ തുടങ്ങും. കാരണം നമ്മൾ ടോട്ടലി ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങിയെത്തിയ പോലെ ആയിരിക്കും. ഇതാണ് ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ തന്നെ ഇത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് മെറ്റാവേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, മെറ്റാവേഴ്സ് എന്ന് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് മെറ്റാവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ മെറ്റാവേഴ്സ് കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം വൺ ഓഫ് ദ മേജർ കമ്പനിയായ ഫേസ്ബുക്ക് അവരുടെ കമ്പനി നെയിം തന്നെ മാറ്റി മെറ്റ എന്നാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് സ്റ്റോറികളുണ്ട്. അത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഈ മെറ്റാവേഴ്സ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് വരാൻ പോകുന്ന ചേഞ്ചസ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു സ്പെക്സിൻ്റെയും ഒരു ഹെഡ്സെറ്റിൻ്റെയും സഹായത്തോടെ ഒരു വീട്ടിലിരുന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരവസരം കിട്ടുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒരുപാട് പേര് വേറെ രാജ്യത്ത് ഉണ്ടാകും. പക്ഷേ നിങ്ങൾ അവരോടെല്ലാം മാക്സിമം പോയാൽ നമുക്കിപ്പോൾ ഒരു വീഡിയോ കോൾ കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ നമ്മൾ അവരെ ആ ഒരു കൺട്രിയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ അവർ നമ്മളെ കൺട്രിയിലേക്ക് വരേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഫണ്ട് ഇല്ലാത്തവരുണ്ടാവും, ക്യാഷിൻ്റെ പ്രശ്നമുള്ളവരുണ്ടാവും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. നമ്മളെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിട്ടും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത ആളുകളുണ്ടാവും. ഇതെല്ലാം ഈ ഒരു ക്യാഷിൻ്റെ പ്രശ്നത്തിന് ഒരുപാട് പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ സമയത്തിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരുപാട് ഈ ഒരു മാറ്റി വെച്ച കാര്യങ്ങളെല്ലാം നമുക്ക് വിർച്വലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടാണ് ടെക്നോളജി വരുന്നത്. പക്ഷെ നമ്മൾ വിർച്വലായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫീലും കാര്യം, നമ്മളൊരു ഒറിജിനാലിറ്റിയുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇത് ഒറിജിനാലിറ്റിൻ്റെ കംപ്ലീറ്റ് ഫീല് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മളവിടെ വേറൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ആ ഒരു സ്ഥലത്ത് എത്തി അവിടുത്തെ ഒരു സ്മെല്ല് വരെ, അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഫീൽ കാര്യങ്ങളെല്ലാം നമ്മൾ ശരിക്കും ആ ഒരു ലോകത്ത് എത്തിയ ഒരു സ്ഥലത്ത് എത്തിയ പോലെ ആ ഒരു ഫീൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നതാണ്. ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് നമ്മുടെ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെല്ലാം വിർച്വലായിട്ടാണ് നടക്കുക. ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഫാമിലി ഒരു ഫ്രണ്ട്സ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. നമുക്കറിയാം ഇപ്പോൾ സൂം മീറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾക്കറിയാം ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു മാക്സിമം പോയൊരു വീഡിയോ കോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാം. നമുക്ക് കൂടുതൽ അതിനപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക്
എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, നമുക്കൊരു ശരിക്കും നമ്മൾ റിയലായിട്ട് തന്നെ നമുക്ക് ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രൈവസിൻ്റെ കാര്യം വളരെയേറെ ഇവർ ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ നമുക്ക് ഇനി ഒരാളെ ഇതിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്യണം. കറൻ്റ് നമുക്ക് ഫേസ്ബുക്കെല്ലാം അറിയാം, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒരാളെ അത്രയും എന്തെങ്കിലും ആവശ്യം വന്നിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ഉണ്ട്. ഇതിനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്പേസിൽ നിന്ന് ഒരാളെ റിമൂവ് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്തുള്ള ടെക്നോളജിയുടെ മാറ്റങ്ങളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് വിർച്വലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ പിന്നെ നമുക്ക് വേറെ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ, ഫാമിലിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നമ്മൾക്കൊരു ഗ്രൗണ്ടിൽ നിന്ന് ഗെയിം കളിക്കാം. എല്ലാം വിർച്വലായിട്ടാണ് നടക്കുന്നത്. ഒരു വിർച്വലായിട്ടൊരു ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ അതിൽ നിന്ന്, പക്ഷേ ആ കംപ്ലീറ്റ് ഒറിജിനാലിറ്റി ഉള്ളൊരു ഫീൽ കിട്ടുന്നതാണ് നമ്മൾ ഒറിജിനലായിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വിർച്വലായിട്ട് ടൂർ പോവാം. വേറെ നമ്മളിതുവരെ കാണാത്ത പല പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് മണാലിയാണെങ്കിൽ മണാലി പോവാം. അതുപോലെ തന്നെ വേറെ രാജ്യത്തിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലേക്കും മെറ്റാവേഴ്സിൻ്റെ ഈ ടെക്നോളജി വളരെ ഉപകാരപ്പെടുന്നതാണ്. നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കാര്യം, ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ഈ ഒരു കോവിഡ് സമയത്ത് ഒരുപാട് പേര് വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ നമുക്കറിയാം ഒരുപാട് പേര് ടയേർഡായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒറ്റയ്ക്കൊരു വീട്ടിൽ റൂമിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതും, അതുപോലെ നമുക്ക് നമ്മുടെ കൊളീഗ്സുമായി ഇൻട്രാക്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല. ഡയറക്റ്റ് ഒരുപാട് പാർട്ടി കാര്യങ്ങൾ, ഫൺ കാര്യങ്ങളെല്ലാം മിസ്സാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു മെറ്റാവേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഓഫീസിൻ്റെ കറക്റ്റ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യുകയും അവിടുത്തെ കൊളീഗ്സുമായി നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റുന്നതും, അതുപോലെ പിന്നെ ഒരുപാട് മീറ്റിങ്ങുകളെല്ലാം ലൈവായിട്ട് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നതും അറേഞ്ച് ചെയ്ത ആ ഒരു ഫീലും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. ഇതിൽ എടുത്ത് പറയേണ്ട വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു മൂവി കാണണം, അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കണം, അല്ലെങ്കിൽ ഒരു ചാറ്റ് ചെയ്യണമൊക്കെ എന്ന് വെച്ചാൽ ഒരു ഡിവൈസിൻ്റെ ആവശ്യമുണ്ട്. അതായത് മൂവി കാണണമെങ്കിൽ അതിൽ നമുക്ക് ടി വിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഗെയിം കളിക്കണമെങ്കിൽ ടി വി അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് മെറ്റാവേഴ്സിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം ഒരു ഹോളോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം വീഡിയോയിൽ കാണുന്ന ഹോളോഗ്രാം എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഇപ്പോൾ കാണാവുന്നതാണ്. നമ്മൾ റിയൽ സ്പേസിലേക്ക് ഇത് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും അതിൽ തന്നെ നമുക്ക് ഗെയിം കളിക്കാനും, എന്നാൽ ഒരു റിയലായിട്ടൊരു ഡിവൈസ് ഇല്ല. പക്ഷെ അതൊരു ഹോളോഗ്രാമിൻ്റെ സഹായത്തോടെ നമുക്ക് ഒരു വിർച്വലായിട്ട് അതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാനും, മൂവി ആണെങ്കിൽ മൂവി കാണാനും, ഗെയിമാണെങ്കിൽ ഗെയിം കളിക്കാനും, ചാറ്റ് ചെയ്യാനും, വീഡിയോ കോൾ ചെയ്യാനും എല്ലാം ഇതിൽ സാധിക്കുന്നതാണ്. എടുത്തു പറയേണ്ട അടുത്തൊരു മേഖലയാണ് നമുക്കറിയാം ലേണിംഗ്. അതായത് നമുക്ക് സ്കൂളുകളിലെല്ലാം നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ നമുക്കതിനൊന്നും നമ്മൾ എന്താണ് അതിൽ പറയുന്നത് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക, അല്ലാതെ നമുക്കിതൊന്നും ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെ ആയിരിക്കും അന്നത്തെ കാലത്ത്, എങ്ങനെ ആയിരിക്കും, ഇതെല്ലാം ഒരു റിയലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ സ്പേസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പേസിൽ പോയിട്ട് നമുക്ക് എങ്ങനെ ആയിരിക്കും സ്പേസിലുള്ള റിയലായിട്ടുള്ള ഫീലും കാര്യങ്ങളും നമ്മളവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത്. മെറ്റാവേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത, ഒരുപാട് ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പോലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് പഴയ കാലത്ത് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കാലത്ത് ജീവിച്ചാൽ എങ്ങനെ ഉണ്ടാകും, നമ്മൾ റിയലായിട്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുന്ന ഒരു ഫീലും അങ്ങനെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്പേസിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ സ്പേസിലായിട്ട് റിയലായിട്ട് തന്നെ അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങൾ റിയലായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്ക് ഇതോടുകൂടി കിട്ടുന്നതാണ്. നമ്മളിതിൽ മെറ്റാവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് മേഖലകളിൽ ഇത് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. മെറ്റാവേഴ്സിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്താണ്, മെറ്റാവേഴ്സ് എന്തെല്ലാമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഇതിൽ ഉണ്ട്. അത് നമുക്ക് വരുന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് ഇതിന് എന്തെല്ലാം മെയിനായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഇതിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. കാരണം നമുക്കറിയാം കാലത്തിനൊപ്പം നമ്മൾ മാറുമ്പോഴാണ് നമുക്ക്
നമ്മൾ എസ്പെഷ്യലി നമ്മുടെ ബിസിനസ് കാര്യത്തിലെല്ലാം ഒരുപാട് ഗ്രോത്ത് സംഭവിക്കും. നമ്മളെ ബിസിനസ് ആയാലും നമ്മൾ കാലത്തിനൊപ്പം മാറ്റിക്കൊണ്ടേയിരിക്കണം. എന്നാലാണ് ഇതിൽ നമ്മളൊരു ബിസിനസ്സിൻ്റെ നമുക്കറിയാം ഇപ്പോൾ ഈ കൊറോണ സമയത്ത് ഒരുപാട് ബിസിനസ് ഫെയിലിയറായി, പക്ഷേ ഒരുപാട് ബിസിനസ് ഭയങ്കര ഗ്രോത്തും സംഭവിച്ചു. അതിനെല്ലാം എന്താണ് ഈ ഗ്രോത്ത് സംഭവിച്ചതും എന്താ ഫെയിലാവാനുള്ള കാരണം നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഗ്രോത്ത് സംഭവിച്ചവരെല്ലാം കാലത്തിനൊപ്പം മാറാൻ ശ്രമിച്ചവരാണ്. കാലത്തിനൊപ്പം മാറിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പിറകിലോട്ട് പോയി നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും എസ്പെഷ്യലി ബിസിനസ് മേഖലയിലാണെങ്കിലും ഒരുപാട് ലോസ് സംഭവിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിസിനസ് ഐഡിയാസ് നമുക്ക് വരുന്ന വീഡിയോയിൽ നമുക്ക് ഡീപ്പായിട്ട് തന്നെ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.